ഇല്ല. ഇപ്പം അങ്ങനെ ജീവിച്ചു വരച്ചത് അതിൻ്റെ ഒരു സങ്കടം ഭയങ്കരമായിട്ടുണ്ട്. അവർക്ക് വേണമെങ്കിൽ അങ്ങനെ സംഭവിച്ചതായിരുന്നെങ്കിൽ, ഞാനങ്ങനെ ഫീൽ ചെയ്ത് പറയാം, അങ്ങനെ സംഭവിച്ചതായിരുന്നെങ്കിൽ അവർക്കൊന്ന് പൊരുത്തപ്പെടുന്നു. മരിച്ചു പോയല്ലോ, ഇനി ശിക്ഷിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഇല്ല, ഈ ശിക്ഷിക്കാൻ കഴിയില്ല, ഇല്ലല്ലോ, ഇനി പേര് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അയാൾ പോട്ടെ, സാരില്ല, അന്ന് മരിച്ചു പോയല്ലോ, ആ മാവുക്കാങ്കിൾ എന്നൊക്കെ പറയണ്ടല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് പൊരുത്തപ്പെടുന്നു അല്ലേ? അങ്ങനെ എനിക്ക് തോന്നിയോ? ഒരുപാട് ആളിനോട് പറഞ്ഞു ഒന്ന് അങ്ങനെ ഉണ്ടേനെങ്കിൽ പൊരുത്ത, ഞാൻ ഉണ്ടേനെങ്കിലും ഉണ്ട്, അങ്ങനല്ലേ? അപ്പം അങ്ങനെ പൊരുത്തപ്പെടാൻ അവർക്ക് പറയില്ല, പിന്നെ ഞാൻ ഇതിനെ പൊരുത്തപ്പെടുന്നു. ഇതൊരു മകന്റെ സങ്കടമായിട്ട് നിങ്ങൾ കാണണം. കാരണം മാമുക്കോയ എന്ന് പറഞ്ഞ മനുഷ്യൻ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മകൻ ഈ ഒരു അലിഗേഷനെതിരെ ശക്തമായി പോരാടാൻ പോവുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ, ഉപ്പ മരണപ്പെട്ടു പോയി. അവർക്ക് ഇത് കേസ് കൊടുത്ത് നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഒരു ആഗ്രഹമില്ല. അവർ ജസ്റ്റ് ഒരു അലിഗേഷൻ പറഞ്ഞു, എനിക്ക് കേസും ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ പറയുന്ന സമയത്ത് മരണപ്പെട്ടു പോയൊരു മനുഷ്യനല്ലേ, അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ആ ഒരു പേര് പറഞ്ഞത്? അത് എന്റെ ഉപ്പാക്ക് മാപ്പാക്കി കൊടുക്കായിരുന്നില്ലേ? വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവാത്തതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോയത്. ഓക്കെ, ക്ലാരിഫിക്കേഷൻ കറക്റ്റ് ആണല്ലോ? അതാണ് അവസ്ഥ. അതായത് ആ ഒരു പെൺകുട്ടി 3-4 പേരുടെ പേര് പറയുന്നുണ്ട്, പക്ഷെ അവരുടെ പേരും കൂട്ടിവെച്ചുകൊണ്ട് ഞാൻ കേസ് കൊടുക്കുന്നില്ല, എനിക്കതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, എന്തിനാകാം അത് പറഞ്ഞത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം കേസില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച്, അല്ലെങ്കിൽ യാതൊരു പരാതിയും ഇല്ലാത്ത ഒരു കാര്യം ഈ ഒരു സമയത്ത് വന്ന് പുറത്തേക്ക് ഇങ്ങനെ തുറന്നു പറയുന്നത്, അത് എനിക്കും അത് അംഗീകരിക്കാൻ തോന്നിയിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഇരയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് നീതി വേണമെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകുന്നതിന് യാതൊരു തടസ്സവും. പക്ഷെ അവർക്ക് ജസ്റ്റ് ഒരു അലിഗേഷൻ പറയുന്നു, എനിക്ക് യാതൊരു കുഴപ്പമില്ല അതിന് എന്ന് പറയുന്നത് ശരിയാണോ? ഒരുപാട് ആളുകൾ രംഗത്ത് വരുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ജയസൂര്യ എന്ന് പറഞ്ഞ നടനെതിരെ ഒരു ലൈംഗിക അതിക്രമം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്ത ഒരു സ്ത്രീ, അവരാദ്യം പറയുന്നു ഇന്ന സെറ്റിൽ വെച്ച് നടന്ന ഒരു സംഭവമാണെന്ന്. പിന്നീട് ആ ഒരു ആൾ ആരാണെന്നൊക്കെ ജനങ്ങൾ കണ്ടെത്തിയപ്പോൾ അവർ പറയുന്നു അത് ജയസൂര്യനെ കുറിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത് എന്ന്. പിന്നീട് 2 ദിവസം കഴിഞ്ഞിട്ട് അവർ പറയുന്നു എന്റെ മക്കള് പറയുന്നു അമ്മ കൃത്യമായി ആളുടെ പേര് പറയണമെന്ന്. അങ്ങനെ അവര് ജയസൂര്യ തന്നെയാണ് ഇതെന്ന് ഉറപ്പിക്കുന്നു. പിന്നീട് ജയസൂര്യയെ വെല്ലുവിളിക്കുന്നു. ജയസൂര്യ എന്റെ ഏറ്റവും നല്ല സുഹൃത്താണ് എന്ന് പറഞ്ഞ അതേ ആള് തന്നെ. അതാണ്. അപ്പോൾ ഒരു അലിഗേഷൻ പറയുമ്പോൾ നിങ്ങൾ അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് ചിന്തിക്കണം. അപ്പൊ നിങ്ങൾക്ക് കേസൊന്നുമില്ല, യാതൊരു പ്രശ്നവുമില്ല, അങ്ങനെയെങ്കിലും മിണ്ടാണ്ടിരിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളത് പറയുമ്പോ നാളെ എന്താകും? അത് വേണ്ടപ്പെട്ട ആളുകൾ ചർച്ച ചെയ്യും, അവരതുമായിട്ട് കേസുമായി മുന്നോട്ട് പോകും. അപ്പൊ നിങ്ങൾ പറഞ്ഞ അലിഗേഷൻസിന് നിങ്ങൾ മറുപടി കൊടുത്തേ ഒക്കൂ. ഇവിടെ അതാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ മാമുക്കോയ എന്ന് പറയുന്ന മനുഷ്യൻ മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ ആ ഒരു സ്ത്രീക്ക് യാതൊരു പരിഭവവും ഇല്ല, ഒരു തരത്തിലുള്ള പരാതിയും ഇല്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ പറയാതിരുന്നൂടെ എന്നുള്ളതാണ്. ഇദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു, ഒരു മകന് ഏത് രീതിയിലാണ് പ്രതികരിക്കാൻ കഴിയുക? ഈ രീതിയിലൊക്കെ തന്നെയാണ്. കേൾക്കാം. അപ്പൊ ഒരു കേസ് നീതി മേടിച്ചു കൊടുക്കുന്നു, നീതി ഞാൻ വാങ്ങിക്കൊടുക്കും. അതാണ് ഏറ്റവും ചലനം. ഓരോ തളരാൻ ഞാൻ സമ്മതിക്കില്ല. ഓരോ ബാക്കിൽ ഇങ്ങനെ ഞാൻ എപ്പോഴും ഉണ്ടാവും. ആ സ്ത്രീക്ക് നീതി വേണം, നീതി വേണം. ആ സ്ത്രീക്ക് നീതി കിട്ടണം. ഇതിലെല്ലാ പെണ്ണുങ്ങൾക്ക് നീതി കിട്ടണം. നാളെ ഒരു സ്ത്രീക്കും മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ദോഷം വരാൻ പാടില്ല. അതിന് ഇവരെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ഇപ്പൊ ഇതില് സമൂഹത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഈ വനിതകളുണ്ടല്ലോ, ഇവർക്കൊക്കെ എല്ലാവരും എന്ത് ചെയ്യണം? നല്ല സപ്പോർട്ട്. ഓക്കെ, അതായത് ഇരയാക്കപ്പെട്ട എല്ലാ സ്ത്രീകൾക്കും സപ്പോർട്ടാണ് അദ്ദേഹം പറയുന്നത്. അതിൽ എക്സ്പെഷ്യലി പറയുന്നത് എന്റെ ഉപ്പായെ കുറിച്ച് അലിഗേഷൻ പറഞ്ഞ ആ ഒരു സ്ത്രീക്ക് കേസ് നടത്താനുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായം പോലും നമുക്ക് എല്ലാവർക്കും നേടിക്കൊടുക്കണം എന്നാ പറയുന്നത്. എന്റെ ഉപ്പ കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടട്ടെ. ഇനി മരണപ്പെട്ടുപോയി, മരണപ്പെട്ട ഒരാൾക്ക് ശിക്ഷ കിട്ടാനൊന്നുമില്ല. എന്നാലും അവർ പേര് പറഞ്ഞിട്ട് മരിച്ച് ഖബറിൽ കിടക്കുന്ന ഉപ്പാനെ പോലും കുത്തി നോവിച്ചിട്ടുണ്ടല്ലോ അല്ലെ? അപ്പൊ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത് തന്നെയാണ്, കേസുമായി മുന്നോട്ട് പോകൂ, സഹായങ്ങൾ തരും. അത് ഈ ഒരു പെൺകുട്ടിക്ക് മാത്രമല്ല, ഇരയാക്കപ്പെട്ട എല്ലാവർക്കും ആ ഒരു നീതി കിട്ടണമല്ലോ, അതിനുവേണ്ടി പോരാടാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടി ഇല്ല, ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്നത്, അവർക്ക് കേസില്ല. അതുകൊണ്ട് ഇര എന്ന രീതിയിലാണോ പറയാന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ആ രീതിയിൽ പറയുന്നു. കേസ് എടുക്കുന്നത് വരെ ഇരയല്ല എന്നുള്ളത്. കേസ് FIR എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇര എന്ന് പറയുകയും ഫോട്ടോ മുഖം കാണിക്കാതിരിക്കുകയും വേണം എന്നുള്ളതാണ്. നിയമപരമായിട്ട് അങ്ങനെ ഒരു കാര്യമുണ്ട്, അത് നമ്മൾ പാലിക്കുക എന്നുള്ളതാണ്. 4-5 പേര് സിദ്ദിഖ് എത്രയോ കാലമായിട്ട് സിനിമയിലുള്ള ആളാ. സിദ്ദിഖാന്റെ വേഷങ്ങളൊക്കെ നമ്മൾ കണ്ട. സിദ്ദിഖാന്റെ ഒരു ബോൾഡ് ക്യാരക്ടറാണ് സിദ്ദിഖ കാണാൻ. അയാൾ നേരിട്ട് സ്വഭാവം എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ട് അറിയില്ല നേരിട്ട് സ്വഭാവം.
പക്ഷെ ഇനി സിദ്ദിഖാക്ക് ഇതിൽ നിരപരാധിയാണെങ്കിൽ ഇനി എന്തൊക്കെ കാക്കേണ്ടി വരും? സുപ്രീം കോടതി വരെ പോകില്ലേ? അതിനുള്ള സാമ്പത്തികവും സൗകര്യങ്ങളും അയാളെടുത്തിൽ അയാളെ സഹായിക്കാനല്ലേ? ജയസൂര്യക്കില്ലേ? മണിയമ്പിള്ള രാജു ഇല്ലേ? ഇവർ പോകൂലേ? ഇവരൊക്കെ എവിടെ വരെ പോകും? ഇവർ നിരപരാധിയാണെന്ന് ഓരോ കുടുംബം ഓരോ വേണ്ടപ്പെട്ടവരും അവരൊക്കെ നിരപരാധിയാണെന്ന് തന്നെ അവർ പറയാം. ആണെങ്കിൽ അല്ലെങ്കിൽ ഒരങ്ങല്ലേ പറയുള്ളൂ, ഞാനങ്ങനല്ല പറഞ്ഞത്. അപ്പൊ നിരപരാധിയാണെന്ന് ഞാൻ പറഞ്ഞു, അപ്പൊ മരിച്ചതുണ്ടല്ലോ, മരിച്ചുപോയി എന്നല്ല എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ അവർ ജീവിച്ചിരിക്കുന്ന മനസ്സവരെ കയ്യിലല്ലേ. അപ്പൊ അവർ അങ്ങേയറ്റം വെളിച്ചത്ത് നിൽക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും? ഏതറ്റം വരുമ്പോ. അപ്പൊ ഓക്കെ, അത് ശരിയാണ് പറഞ്ഞത്. ഇപ്പൊ സിദ്ദീഖിനെ കുറിച്ചുള്ള അലിഗേഷൻ ഉണ്ട്, ഒരുപാട് നടന്മാർക്കെതിരെ അലിഗേഷൻസ് ഉണ്ട്. ഇവര് നിയമപരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോവേണ്ടി വരും. കാരണം കേസ് കൊടുത്തിട്ടുണ്ട്. ഇരയാക്കപ്പെട്ട ആളുകൾ കേസ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് കേസ് അന്വേഷണം വരും. അപ്പൊ അവരവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ അവരുടെ സ്വത്ത് മുഴുവൻ വിറ്റിട്ടാണെങ്കിലും ചെയ്യും എന്നുള്ളതാ. തെറ്റ് ചെയ്ത ആളുകൾക്ക് പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതെന്താണോ അവർക്ക് കിട്ടുന്ന ആ ഒരു ശിക്ഷ അത് വാങ്ങും. പക്ഷെ അതും അട്ടിമറിക്കാൻ സാമ്പത്തികമായിട്ടുണ്ടെങ്കിൽ നടക്കുമെന്നൊക്കെ ചില ആളുകളൊക്കെ പറയുന്നു. നിയമത്തിന്റെ മുന്നിൽ തെളിവുകളാണ് വേണ്ടത്. തെളിവുകൾ കിട്ടിയാൽ ആരായാലും ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ആളുകൾക്ക്, ഈ ഇരയാക്കപ്പെട്ട ആളുകൾക്കും സാമ്പത്തികമായിട്ട് സഹായം വേണം അല്ലെ? സാമ്പത്തികമായിട്ട് ഒന്നും ഉണ്ടാവില്ല. ആ ഒരു സാമ്പത്തിക സ്രോതസ് നമ്മളെല്ലാവരും ചേർന്ന് കൊടുക്കുക. അപ്പോ അവർക്കും പണമുള്ള ആളുകളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അത് നല്ല ഉദ്ദേശശുദ്ധി തന്നെയാണ്. കാരണം തെറ്റ് ചെയ്തവൻ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടട്ടെ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. അതുവരെ അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? എതിരാളികൾ ശക്തരാണ്, ഇവർക്ക് പിടിച്ചിക്കാൻ കഴിയില്ല. അപ്പൊ ഇവരെ നമ്മൾ സമൂഹം എന്ത് ചെയ്യണോ? വിട്ടുകൊടുക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ വേറൊരു ന്യൂസ് കിട്ടിയാൽ എല്ലാവരും കൂടി അതിന്റെ കാര്യത്തിൽ ശിരൂര് കഴിഞ്ഞ്, മുണ്ടക്കൈ കഴിഞ്ഞ്, ഇപ്പൊ അമ്മയിൽ വന്ന്, അമ്മയെന്ന് തൽക്കാലം പുറത്തേക്ക് ചാടാൻ കഴിഞ്ഞില്ല, അമ്മയിൽ വന്ന് ഇനിയിപ്പോ ചാടാൻ കഴിഞ്ഞിട്ടില്ല. ചെറിയ കേസ് അങ്ങനെ കിട്ടാണ്. ഇനിയിപ്പോ നമ്മൾ കൈ ചെയ്യാൻ പാടില്ല അവരെ. തീർച്ചയായിട്ടും ഓരോ കേസുകൾക്ക് പിന്നാലെയായിട്ട് ആളുകൾ ഇങ്ങനെ പോകും. അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആദ്യമായിട്ട് മാമുക്കയുടെ ഇവരുടെ പേരൊക്കെ പറഞ്ഞൊരു സ്ത്രീ, അവർ ജസ്റ്റ് ഒരു അലിഗേഷൻ പറഞ്ഞു, എനിക്ക് കേസൊന്നും ഇല്ല എന്ന് പറഞ്ഞു, അത് അവർ പോയി. അത് കഴിഞ്ഞ് ജയസൂര്യക്കെതിരെ കേസ് വന്നു, മുകേഷിനെതിരെ കേസ് വന്നു, അങ്ങനെ ഓരോ ആളുകളും, സിദ്ദീഖിനെതിരെ കേസ് വന്നു, നിവിൻ പോളിക്കെതിരെ കേസ് വന്നു, അങ്ങനെ ഓരോ ആളുകൾക്കെതിരെയും കേസുകൾ വരുന്നു. അലിഗേഷൻ ആദ്യം വരുന്നു, പിന്നെ FIR ആവുമ്പോൾ അത് കേസായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോ അത് ആ ഒരു സംഭവങ്ങൾ ഇപ്പൊ അതായത് ശിരൂരത്തെ വിഷയം, നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായപ്പോ എല്ലാം അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് ഇതാ ഹേമ കമ്മിറ്റി വന്നപ്പോ എല്ലാവരും അതിന്റെ പിന്നാലെ പോയി. ആദ്യം സിദ്ദീഖിന്റെ പിന്നാലെ ഒരു 3-4 ദിവസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മറ്റുള്ള നടന്മാരെ പിന്നാലെ തന്നെ വന്നു. ഇപ്പൊ ലാസ്റ്റ് നിവിൻ പോളി എന്ന് പറഞ്ഞ നടന്റെ പേരിലേക്ക് ആ ഒരു രീതിയിൽ അവിടെ വന്ന് നിൽക്കുക. അതായത് ബാക്കിയുള്ള കേസുകളുടെ അപ്ഡേഷൻസ് ഒന്നും ആളുകൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നില്ല. നിവിൻ പോളി ന്യൂജൻ ആയതുകൊണ്ട് അതറിയണമെന്ന ആകാംക്ഷയോട് കൂടിയിട്ട് ആളുകൾ അത് മാത്രം കാണുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ആ ഒരു കേസ് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിലൊരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ മൊഴികളിലൊക്കെ വ്യതിയാനങ്ങളൊക്കെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അത് പണമുള്ളത് കൊണ്ട് നിവിൻ പോളി അത് അടിച്ച് താഴ്ത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു. അപ്പോ ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്ത ആളുകൾക്ക് എതിരെയൊക്കെ കേസ് പോകുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു പക്ഷെ അവർക്ക് ആ കേസ് ജയിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി. അപ്പൊ എങ്ങനെയെങ്കിലും കുറച്ച് ആളുകളെയും കൂടി ബുദ്ധിമുട്ടിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാകാം. ഓക്കെ, അപ്പൊ ഇദ്ദേഹം പറയുന്നത് എല്ലാ ഇരകളെയും സപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾ പോലും കൂടെ നിൽക്കണം എന്നാ. മാധ്യമങ്ങളുടെ ലക്ഷ്യം എന്താന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവര് പുതിയ വിഷയങ്ങൾ കിട്ടുമ്പോൾ പതുക്കെ ചേഞ്ചായി പോകും എന്നുള്ളതാണ്. അങ്ങനെ ആകരുത്, നമ്മൾ തള്ളി പറയാൻ പാടില്ല. സ്ത്രീ സാന്നിധ്യം എല്ലായിടത്തും വേണം. കാരണം എൻ്റെ അമ്മ സ്ത്രീ ആയതുകൊണ്ട്, എൻ്റെ 3 ആൺകുട്ടികളാക്കി 3 മക്കളെ പെറ്റത് എൻ്റെ ഭാര്യ ഒരു സ്ത്രീ ആയതുകൊണ്ട്, എൻ്റെ അമ്മ സ്ത്രീ ആയതുകൊണ്ട്, ബാപ്പൻ്റെ അമ്മ സ്ത്രീ ആയത്. അപ്പൊ അങ്ങനെ ഒരുപാട് സ്ത്രീകൾ നല്ല നമ്മൾ കണ്ടുപോയതുകൊണ്ട് ഇതൊക്കെ നിലനിൽക്കണം. ഈ സ്ത്രീ സമൂഹം നിലനിൽക്കണം. അതിനാരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞോർത്തൊന്നുമില്ല. പക്ഷെ കേസ് വിജയിച്ചേ പറ്റുള്ളൂ. അത് മുഖ്യമന്ത്രിയോടുള്ള പ്രത്യേക അപേക്ഷയാണ്. മുഖ്യമന്ത്രിയും പൊതുജനും ഈ പീഡിതരായ അതിജീവിതമാരോടൊപ്പം നിന്നിട്ട് ഓരോ പത്രക്കാരും സോഷ്യൽ വർക്കേഴ്സും ഒക്കെ കൂടിയിട്ട് ഈ കേസ് മുന്നോട്ട് നടത്താൻ നിൽക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പേര് പറഞ്ഞ ആളുകളൊന്നും സാമ്പത്തികമായിട്ടോ പ്രശസ്തിയോടൊന്നും മോശമുള്ള ആളുകളൊന്നുമല്ല. അപ്പോൾ ഒരു വിജയിക്കട്ടെ. എന്നിട്ട് സ്ത്രീകൾക്ക് സുരക്ഷ വേണം, സ്ത്രീകളെ സംരക്ഷിക്കണം. ആ ഒരു കാര്യം തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ അത് തടയാനാണല്ലോ ഇപ്പോ നമ്മളെ നിയമങ്ങൾ കൂടുതൽ അതിനുവേണ്ടി നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ കൂടുതലുള്ള ആളുകളും അല്ലെ രാഷ്ട്രീയ പിൻബലമൊക്കെ ഉള്ള ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്യുമ്പോൾ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ചെയ്യുമ്പോൾ അവര് നിയമത്തിന്റെ മുന്നിൽ എങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ലാത്തത്.
ഇപ്പൊ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ഉപ്പ മരണപ്പെട്ടു പോയ ഒരാളോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം എല്ലാം പുറത്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഉപ്പാന്റെ മയ്യത്ത് നിസ്കാരം സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് എന്റെ ഉപ്പ എന്തെങ്കിലും തെറ്റ് ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടണം എന്ന് അവർ പറയുന്നുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സ്ത്രീക്ക് യാതൊരു പരിഭവമോ ഒരു തരത്തിലുള്ള ഒരു കേസും ഇല്ല. എന്നാൽ പോലും അവർ അലിഗേഷൻ ആയിട്ടാണ് പറയുക. മരിച്ചുപോയ ഒരാളല്ലേ, അതൊരു മാനുഷിക പരിഗണന കാണിക്കണ്ടേ എന്ന് അദ്ദേഹം ചോദിച്ചിട്ട് തെറ്റൊന്നുമില്ല. അല്ലെങ്കിൽ എനിക്ക് കേസ് വേണം, എനിക്ക് എന്താ പറയാ നീതി വേണം, അയാൾ എന്നോട് അത് ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കണം. ഒരു കേസും ഇല്ലാത്ത ആളുകൾ ജസ്റ്റ് അതൊരു അലിഗേഷൻ ആയിട്ട് പറയരുത്. അതും ആളുകളുടെ പേരെടുത്ത് പറയുമ്പോൾ പല ആളുകളുടെ പേര് പറയുന്നില്ലല്ലോ, പറയാതെ പറയുന്നില്ലേ, എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ പേര് ഞാൻ പറയാൻ തയ്യാറല്ല, എനിക്ക് കേസില്ല. അതാണ് മാന്യത അല്ലെ? എനിക്കൊരു ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ പേര് പറയില്ല. ഇപ്പൊ ജയസൂര്യയുടെ കാര്യത്തിലേക്ക് അവർ കുറച്ച് ഹിൻസ് കൊടുത്തത് കൊണ്ടാണ് അവരും കുടുങ്ങിയത്, ആ കേസായിട്ട് മുന്നോട്ട് പോകേണ്ട അവസ്ഥയും വന്നത്. അത്രേ ഉള്ളൂ. അപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പോലും ഇപ്പോ ഒരാളിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് അതിലിങ്ങനെ ചുരുങ്ങി പോകുന്ന പോലെ തോന്നി. ഒരുപാട് ആളുകളുണ്ട് അല്ലെ, ഒരുപാട് ആളുകളുണ്ട്. എന്നിട്ടും ആകെ 3-4 ആളാണ് ഒരു കംപ്ലൈന്റുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളതെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. WCC ഒക്കെ ഈ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് പ്രഷർ ചെലുത്തി വന്നതാണ്. പക്ഷെ ആ ഒരു WCCക്ക് കൊടുത്ത ഒരുപാട് പരാതികളുണ്ട്. ആ പരാതിയൊന്നും അവർ മൈൻഡ് പോലും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് ആളുകൾ ഇപ്പൊ രംഗത്ത് വന്ന് പറയുന്നത്. അതേപോലെ ഭാഗ്യലക്ഷ്മിയെ കുറിച്ചിട്ടൊക്കെ ഒരു കാര്യം ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി പറഞ്ഞൊരു കാര്യം, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഇരയുടെ കൂടെയാണ് നിൽക്കുന്നത് എന്ന് പറയുന്ന അതേ ഭാഗ്യലക്ഷ്മി തന്നെ നിങ്ങൾ എന്തിനാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു അലിഗേഷൻ ആയിട്ട് വന്നത്, അന്ന് തന്നെ പറയായിരുന്നില്ലേ, ഇത് നമ്മളെ സംഘടനയെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു എന്നൊരു പെൺകുട്ടി പറയുന്നുണ്ട്. അപ്പൊ ആളുകൾ ഡബിൾ സ്റ്റാൻഡ് എടുക്കാൻ എന്തായാലും പാടില്ല. എല്ലാവരും ഒരൊറ്റ സ്റ്റാൻഡ് എടുക്കുക. ഇരയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഇരയുടെ കൂടെ നിൽക്കുക, അതത്രേ ഉള്ളൂ. അപ്പോ ഇപ്പോ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മുടെ മലയാള സിനിമ കടന്നു പോകുന്നത്. ഇതേ അവസ്ഥ എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലും ഉണ്ട് താൻ. അപ്പൊ തമിഴ്നാട്ടില് ഹേമ കമ്മിറ്റി വരാൻ പോവുകയാണ്, തെലുങ്കാനയിലും വരും. ഇത് ഇന്ത്യയിൽ മൊത്തത്തിൽ വരാൻ സാധ്യത കാണുന്നുണ്ട്. കാരണം ഏതൊരു വിഷയത്തെയും മറച്ചു വെക്കാൻ ഇപ്പൊ ഹേമ കമ്മിറ്റിക്ക് കഴിയുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഈ വിഷയം വന്നപ്പോ എല്ലാ സംഭവങ്ങളും മറന്ന് ഇതിലേക്ക് മാത്രം ചുരുങ്ങി. ഇപ്പൊ എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെ നടന്നിട്ടുണ്ടോ എന്ന് അറിയുന്നില്ല. എന്തിനു പറയുന്നു, വയനാടിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ട സമയത്ത് പോലും നമ്മൾ ഇപ്പോ ഇത്തരം വാർത്തകളിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളതാണ്. എന്താണ് വയനാട് സംഭവിക്കുന്നത് എന്ന് പോലും ഒന്നും അറിയുന്നില്ല. അതാണ് അവസ്ഥ. ഓക്കെ, അപ്പൊ ഞാൻ വലിച്ചു നീട്ടുന്നില്ല വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും. അതുവരെ സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.